രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെയുള്ള ലൈംഗിക പീഡന കേസുകൾ ഇനി ഒറ്റ അന്വേഷണ സംഘത്തിന് കീഴിൽ. ആദ്യ ലൈംഗിക പീഡന കേസ് അന്വേഷിച്ച സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ചോർന്നെന്ന് ആക്ഷേപമുയർന്നതിന് പിന്നാലെയാണ് നടപടി. പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ AIG G പൂങ്കുഴലിക്കാണ് 2 കേസുകളുടെയും അന്വേഷണ ചുമതല. രാഹുലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലായിരുന്നു ആദ്യ കേസിന്റെ അന്വേഷണം. ഈ കേസിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി അറസ്റ്റ് കോടതി തടയുന്നതുവരെ രാഹുലിനെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. മുൻകൂർ ജാമ്യ ഹർജി 15-ന് ഹൈക്കോടതി പരിഗണിക്കും. ജാമ്യം തള്ളിയാൽ ഉടൻ രാഹുൽ വീണ്ടും ഒളിവിൽ പോകാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. അതിനാൽ 15 ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് കേരളത്തിലെത്തിയ രാഹുലിനായി നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. കേസിൽ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നതിന് മുൻപ് പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. രാഹുൽ ഒളിവിൽ കഴിഞ്ഞത് 8 ഇടങ്ങളിലാണെന്നുള്ള വിവരം ലഭിച്ചു. വില്ലകളിലും ഫാം ഹൗസുകളിലും റിസോർട്ടുകളിലുമായിരുന്നു താമസം. പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ സഹായവും രാഹുലിന് ലഭിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.